അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഏക മലയാളിയായിരുന്നു നമ്മുടെ രഞ്ജിത. അവരുടെ മൃതദേഹം ഇന്ന് രാവിലെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് മന്ത്രിമാരായ ശിവൻകുട്ടിയും അനിലും ചേർന്ന് മൃതദേഹം സ്വീകരിക്കുകയും അതിനുശേഷം ജന്മനാട്ടായ പുല്ലാട് എന്ന് പറയുന്ന ജന്മവീട്ടിലേക്ക് റോഡ് മാർഗം എത്തിക്കുകയും ചെയ്തു. ആദ്യം തന്നെ അവർ പഠിച്ച സ്കൂളിലാണ് പൊതുദർശനത്തിന് വെച്ചത്. അതിനുശേഷം ഇന്ന് വൈകിട്ടോടെ അവരുടെ വീട്ടുപരിസരത്ത് വെച്ച് അവരുടെ അന്ത്യകർമ്മങ്ങൾ നടക്കും എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ആ വാർത്തയിലേക്കൊന്ന് പോകാം. വൃദ്ധയായ അമ്മ, അതേപോലെ തന്നെ ചെറിയ രണ്ട് കുട്ടികൾ, ഇന്ദുചൂടനും ഇതികയും എന്നീ രണ്ട് മക്കളാണ് രഞ്ജിതയ്ക്ക് ഉള്ളത്. വെള്ളത്തിന്റെ കണ്ണീരിലാക്കിയ രഞ്ജിത ജി നായരുടെ മൃതദേഹവുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ആംബുലൻസ് പുല്ലാട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നു. എന്ന യാത്രയിൽ രഞ്ജിതയുടെ സ്വപ്നങ്ങളൊക്കെ ബാക്കിയാക്കിയുള്ളൊരു യാത്രയാണ്. 8 മാസമായി ബ്രിട്ടനിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്ന രഞ്ജിത കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത്. ജൂലൈയിൽ ജോലിയിൽ കയറാനായിരുന്നു രഞ്ജിത ആലോചിച്ചിരുന്നതും തീരുമാനിച്ചിരുന്നതുമൊക്കെ. ലണ്ടനിലെത്തി അവിടുത്തെ ജോലിസ്ഥലത്തു നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രഞ്ജിതയുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ജോലി സന്നദ്ധാർത്ഥം ഏതാനും ചില പേപ്പറിൽ ഒപ്പുവെക്കാൻ വേണ്ടിയാണ് അവസാനമായി രഞ്ജിത നമ്മുടെ കേരളത്തിലേക്ക് എത്തിയത്. തിരിച്ച് ലണ്ടനിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു വലിയ ദുരന്തം സംഭവിച്ചത്. ഏകദേശം 242 ആൾക്കാരുമായിട്ടായിരുന്നു വിമാനം പറന്നത്. അതിൽ 241 ആൾക്കും ദാരുണമായ അന്ത്യമായിരുന്നു സംഭവിച്ചിരുന്നത്. ഒരാൾ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ മൃതദേഹങ്ങളെല്ലാം തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം കത്തിക്കരിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് തന്നെ DNA ടെസ്റ്റ് നടത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. നമ്മുടെ രഞ്ജിതയുടെ അനുജൻ്റെ സഹോദരൻ്റെ സാമ്പിൾ വെച്ചായിരുന്നു ആദ്യം DNA പരിശോധന നടത്തിയത്. അതിൽ ഫലം കണ്ടിരുന്നില്ല. അതിനുശേഷം അവരുടെ അമ്മയുടെ DNA സാമ്പിൾ എടുത്തതിന് ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചത്. രഞ്ജിതയ്ക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്, ഇന്ദുചൂടൻ അതുപോലെ തന്നെ ഇതിക എന്ന് പറയുന്ന 2 കുട്ടികൾ ആണ് നമ്മുടെ രഞ്ജിതയ്ക്ക് ഉണ്ടായിരുന്നത്. 2 സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം കരപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ് അവർ സലാലയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്നും ലണ്ടനിലേക്ക് പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം ഇപ്പോൾ 8 മാസം മാത്രമാണ് അവർ ജോലിയിലായിട്ട് ഉള്ളൂ. അവിടുന്ന് ശേഷം അവിടുത്തെ കാലാവസ്ഥയുമായി ഇണങ്ങിച്ചേരാൻ നമ്മുടെ രഞ്ജിതയ്ക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് നാട്ടിൽ തന്നെ വന്ന് സെറ്റിലാവണമെന്ന ആഗ്രഹപ്പുറത്താണ് അവർ നാട്ടിലേക്കുള്ള ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ശരിപ്പെടുത്തിയത്. പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ ചില പേപ്പറുകൾ ശരിയാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഇവിടെ വന്ന് തിരികെ പോവുകയായിരുന്നു നമ്മുടെ രഞ്ജിത. അപ്പോൾ രഞ്ജിത അവരുടെ വിവാഹ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുകയും അതിനുശേഷം അവരുടെ ഭർത്താവ് മിലിറ്ററിയിലായിരുന്നു. അതിനുശേഷം അവരുടെ വിവാഹ ബന്ധം വേർപെടുത്തുകയും അവിടെ നിന്ന് സ്ഥലങ്ങളെല്ലാം വിട്ട ശേഷം ജന്മനാട്ടിലേക്ക് കുടിയേറി പാർക്കുകയുമായിരുന്നു നമ്മുടെ രഞ്ജിത. അവിടെ സ്ഥലം വാങ്ങി ഒരു വീട് പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു ദിവസം പോലും ആ പണി തീരാത്ത വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ രഞ്ജിതയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു രംഗമെന്ന് പറയുന്നത്. അവരെ കാണാൻ വേണ്ടി അറിയുന്ന ആൾക്കാർ മാത്രമല്ല, 10,000ങ്ങളാണ് ഇപ്പോൾ അവർ പഠിച്ച സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച സമയത്ത് അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ മകനായ ഇന്ദുചൂടനെയും അതുപോലെ തന്നെ ഇതികയെയും സമാധാനിപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് ഒരുപാട് ആൾക്കാരാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും സത്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അച്ഛൻ ശരിക്കും വന്നോ, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യങ്ങൾ നമ്മുടെ പുല്ലാട് ഗ്രാമപഞ്ചായത്തിലെ അവരുടെ വാർഡ് മെമ്പർ തന്നെ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യമായി ഒന്ന് കേൾക്കാം. ഈ ഫ്ലൈറ്റ് TV കൂടിയും ഇങ്ങനെ ഒരു അപകടം നടന്നു, ഇന്ന നാട്ടുകാർ പുല്ലാട് സ്വദേശി ഇത് ഈ ഫ്ലൈറ്റിലുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ വീടിനടുത്താണ്, എവിടെയാണ് നോക്കാം. അപ്പം നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല ഇവളാണെന്ന്, രഞ്ജിത കൊച്ചുമുള്ള കാര്യം. തലേദിവസം പോലും ഞാനും അവളും കൂടി പുല്ലാടി ജംഗ്ഷനിൽ വെച്ച് കണ്ട് സംസാരിച്ച് പോയ വ്യക്തിയാണ്. ഇവള് UK പോയെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്നല്ല, അപ്പോൾ ഒരു പേരുമായിട്ട് സാമ്യം ചെയ്ത് 1-2 ഫോൺ കോളുകളൊക്കെ ഞങ്ങളും ചെയ്തപ്പോഴാണ് പറയുന്നത് ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഓടി എൻ്റെ വീടിനടുത്താണ്, അവരുടെ വാർഡ് മെമ്പർ കൂടെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീടിനടുത്ത് ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി അങ്ങോട്ട് നടന്ന് വീട്ടിൽ ചെന്ന് കഥവ് കൊട്ടി രഞ്ജിതയുടെ അമ്മയെ വിളിക്കുകയായിരുന്നു. ഞാൻ അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നാ മോനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, രഞ്ജിത പോയോന്ന് ചോദിച്ചു. കൊച്ചുമോള് പോയി. ഞാൻ രഞ്ജിത എന്നല്ല, കൊച്ചുമോളെന്നാ ഞങ്ങൾ വിളിക്കും. കൊച്ചുമോള് പോയി മിനിഞ്ഞാന്ന് പോയി, ഇന്ന് അവൾ അവിടെ ചെല്ലും എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, എവിടുന്നാണ് ഞാൻ പോയത്? ഉടനെ പറഞ്ഞു, അപ്പം അമ്മയ്ക്കും ചെന്നൈയിൽ നിന്ന് അങ്ങാണ്ട് അവർക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയത്തുള്ളൂ. പക്ഷേ ഇവള് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെടുമ്പാശ്ശേരി ചെല്ലുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയും ചെന്നൈയിൽ നിന്നായിരിക്കും ഇനി അഹമ്മദാബാദിലേക്ക് പോയത്. അത് എത്ര വീട്ടുകാർക്ക്
ആരും കൊണ്ടുവിടാൻ പോയില്ല, ഒറ്റയ്ക്കാണ് പോയത്, ട്രെയിൻ കയറിയാണ് പോയത്. അപ്പം അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മൃതദേഹം എത്താൻ വൈകുന്നത് കുടുംബത്തെയും വിഷമത്തിലാക്കുന്നുണ്ടാവും. കുടുംബത്തെയും വിഷമത്തിലാക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്നും ജനങ്ങളുടെ ഒരു പല ഈ പ്രദേശത്തെ ബന്ധുക്കളല്ലാത്തവരും ഇത് അറിഞ്ഞു കേട്ട് വന്നവരും ഇന്നും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത, ഒരുപക്ഷെ രഞ്ജിതയെ കണ്ടിട്ട് പോലും ഇല്ലാത്ത എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് നമ്മുടെ പല നാട്ടുകാരും ഇന്ന് നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് അവരെ ഒന്ന് ആശ്വസിക്കാൻ ഈ അതുപോലെ ഭീകരമായൊരു ദുരന്തം. അപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് സ്വന്തമായി പൊരുതി വിജയം നേടിയ ഒരു വ്യക്തിയായിരുന്നു ഈ രഞ്ജിത എന്ന് പറയുന്ന പെൺകുട്ടി. അവർ ലണ്ടനിലെ ജോലിക്ക് പോകാൻ വേണ്ടി ലണ്ടനിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ സ്വന്തമായിട്ടാണ് അവർ ട്രെയിനിൽ യാത്ര ചെയ്ത് ചെന്നൈക്ക് പോയ ശേഷം അവിടെ നിന്നാണ് അഹമ്മദാബാദിലേക്ക് പോയത് എന്നാണ് ആ വാർഡ് മെമ്പർ തന്നെ പറയുന്നത്. അതാണ് ശരിക്കുള്ള യാഥാർത്ഥ്യം. അതിനുശേഷം ശരിക്ക് നമ്മുടെ രഞ്ജിതയുടെ ഭർത്താവ്, നമ്മുടെ ഇതികയുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും അച്ഛൻ സ്ഥലത്ത് വന്നിരുന്നു എന്ന് നമ്മുടെ വാർഡ് മെമ്പർ തന്നെ വ്യക്തമാക്കുന്ന വാക്കുകൾ നമുക്ക് അതുകൂടി കേൾക്കാം. കുട്ടികളുടെ കാര്യത്തിൽ കുറെ ആശങ്കകൾ ആളുകൾ പങ്കുവയ്ക്കുന്ന കണ്ടു. ഇനി കുട്ടികളെ ഇപ്പോൾ ഭർത്താവ് ഏറ്റെടുക്കോ, എന്താണ് ഇപ്പോൾ? സത്യത്തിൽ എനിക്ക് അതത്രത്തോളം ഞങ്ങൾ നാട്ടുകാരോ അല്ല പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല. കാരണം മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ ഒന്നും മാറത്തില്ല കാര്യം, അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കി. അമ്മയെ സംബന്ധിച്ച് അസുഖക്കാരിയാണെങ്കിലും അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ, അവർക്ക് പൊന്നുപോലെയാണ് അവർ ആ കുട്ടികളെ നോക്കുന്നത്. പക്ഷേ ഈ സംസാരിച്ചുകൊണ്ട് പോകുന്നു. എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ്. പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയതും. അപ്പം പിന്നെ അതുമായിട്ട് എന്താണ് അവരുടെ ബന്ധുക്കളൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു അധികാരമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇവരുടെ വീട്ടുകാർ, കൊച്ചുമോളുടെ അല്ലെ രഞ്ജിതയുടെ വീട്ടുകാരോടൊപ്പം നമ്മൾ നിൽക്കും. ഇല്ല, അധികമായിട്ടില്ല. അവള് UK പോകുന്നതിന് മുമ്പെങ്ങാണ്ടാണ് ഇത്രത്തോളം കാര്യം. 7 വർഷമായിട്ട് അവള് വിദേശത്തായിരുന്നു. അവിടെ നിന്നാണ് UK എക്സാം പാസ്സായി പോയി. ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയാൻ അങ്ങനെ ഒന്നിച്ച് കഴിയാൻ പറ്റാത്തത് കൊണ്ടുമാണ് അത് വിറ്റത്. അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ട് ഒരു വീട് വെക്കുക. ഇവിടെ തന്നെ അമ്മ അന്ന് ഒരു ദിവസം ഇത് അറിഞ്ഞ അന്ന് വീട്ടിൽ വന്നിരുന്നു. അന്ന് ഞാനും ആ വീട്ടിലുണ്ട്. എനിക്കറിയാം, അന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പറഞ്ഞു കൊച്ചുകൂടെ ഭർത്താവാണ് എന്ന് പറഞ്ഞു അദ്ദേഹം വന്നിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചില്ല. കാര്യം അദ്ദേഹവുമായിട്ട് ഞാൻ അപ്പോൾ നാട്ടുകാരനായ വാർഡ് മെമ്പർ തന്നെ പറയുകയാണ്, അദ്ദേഹം സ്ഥലത്ത് വന്നിരുന്നു, അദ്ദേഹത്തിന് പരിചയമില്ലായിരുന്നു, പക്ഷേ നാട്ടുകാരാണ് പരിചയപ്പെടുത്തിയത് ഇത് രഞ്ജിതയുടെ ഭർത്താവ് ആണ് എന്ന്. പക്ഷേ അദ്ദേഹത്തിനോട് സംസാരിക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒന്നും ആരും പോയിട്ടില്ല. കാരണം നാട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ രഞ്ജിത അവിടെ വീടെല്ലാം വിറ്റതിന് ശേഷം അമ്മയോടൊപ്പം താമസിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോരുകയാണ്. അതിനുശേഷമാണ് ഇവിടെ വീട് പണി എല്ലാം തുടങ്ങിയത്. പക്ഷേ അത് പൂർത്തീകരിക്കാൻ നമ്മുടെ രഞ്ജിതയ്ക്ക് സാധിച്ചില്ല. ഇദ്ദേഹവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇദ്ദേഹം ഒരു കടുത്ത മദ്യപാനിയായിരുന്നു എന്നും അദ്ദേഹത്തിന് മറ്റു ചില എന്തൊക്കെയോ വേറെ ഉടായ്പ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെയാണ് വിവാഹ ജീവിതം വേർപെടുത്തേണ്ടി വന്നത് എന്നാണ് നമ്മുടെ വാർഡ് മെമ്പർ തന്നെ പറയുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്കും ആർക്കും അദ്ദേഹത്തിനോടൊപ്പം ഈ മക്കളെ പറഞ്ഞയക്കുന്ന കാര്യത്തിലോ ഒന്നും തന്നെ യാതൊരു അഭിപ്രായവും ഇല്ല. അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ അച്ഛൻ തന്നെയാണ്, അത് മാറ്റാൻ പറ്റുകയില്ല എന്ന് തന്നെയാണ് വാർഡ് മെമ്പർ പറയുന്നത്. എന്നാൽ ഈ ക്യാൻസർ പേഷ്യൻ്റായ നമ്മുടെ രഞ്ജിതയുടെ അമ്മയുടെ ഒപ്പമാണ് ഈ കുട്ടികൾ ഇപ്പോൾ താമസിച്ച് വരുന്നത്. തീർച്ചയായിട്ടും ആ അമ്മയെ വിട്ടു പോകാൻ ഈ 2 കുട്ടികൾക്കും ഒരു കാരണവശാലും സാധിക്കില്ല. അത്രയും സ്നേഹത്തോടു കൂടി, രഞ്ജിതയെക്കാട്ടിൽ സ്നേഹത്തോടു കൂടിയാണ് അവരുടെ മക്കളെ ഈ പൊന്നോ അമ്മ നെഞ്ചോട് ചേർത്ത് വളർത്തിക്കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഒപ്പം മരണം വരെ താമസിക്കാൻ സൂക്കേടുള്ള ഒരു പേഷ്യൻ്റാണ് എങ്കിലും ആ സ്നേഹത്തിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും മരണം വരെ ജീവിക്കാൻ അമ്മയ്ക്കും ഈ കുട്ടികൾക്കും എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാൻ വാർഡ് മെമ്പർ അടക്കമുള്ള ഇദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആൾക്കാർ ആ നാട്ടിൽ സന്നദ്ധരാണ്. തീർച്ചയായിട്ടും ആ മക്കളുടെ ഭാവി ജീവിതം സുഖപ്രദമായി അവിടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ സ്നേഹമില്ലാത്ത ഈ മദ്യപാനിയായ അച്ഛൻ്റെ കൂടെ ഈ മക്കൾ യാതൊരു കാരണവശാലും സേഫ് ആവുകയില്ല. ഇനി അദ്ദേഹം നിയമത്തിൻ്റെ കണ്ണിൽ കൂടി കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വന്നാൽ അതിലും നമ്മൾ ആശ്ചര്യപ്പെടേണ്ടതില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ആ കുട്ടികൾ രഞ്ജിതയുടെ അമ്മയുടെ കയ്യിൽ സുരക്ഷിതമാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.